നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു. കുട്ടികളൊക്കെ വിദ്യാലയങ്ങളിൽ പഠനം തുടങ്ങി. മഴ നന്നായിട്ട് പെയ്തു 2 ദിവസം. ഇപ്പോൾ മഴ ചെറുതായിട്ട് മാറി നിൽക്കുന്നു. പ്രസന്നമായ കാലാവസ്ഥ. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ മോണ്ടിസോറിയിലോ KG ക്ലാസ്സുകളോ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് ആശങ്കകളാണ്. എങ്ങനെയാണ് മക്കളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോവുക? എങ്ങനെയാണ് അവരെ പഠിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് അവരെ വളർത്തേണ്ടത്? എങ്ങനെയാണ് അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചുള്ള വലിയ ആശങ്ക രക്ഷിതാക്കൾക്കുണ്ടാവും. സ്വാഭാവികമാണ്. നമ്മുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠയും അമിതമായ പ്രതീക്ഷകളും അമിതമായ ആശങ്കകളും പല രക്ഷിതാക്കളും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടികൾ അവരുടെ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ വളരാൻ വിടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ വളരെ ബദ്ധശ്രദ്ധരാണ്. വലിയ ശ്രദ്ധയാണ് അവരുടെ കാര്യത്തിൽ. രക്ഷിതാക്കളും പഠിക്കേണ്ടതുണ്ട്. പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ മേഖലയാണ്. ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുക, മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിയെടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സംഗതിയാണ്. ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ഒരു കുട്ടിയുടെ, ഒരു വ്യക്തിയുടെ, അവൻ്റെ ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ, മസ്തിഷ്കത്തിൻ്റെ വളർച്ച 80% അവന് അല്ലെങ്കിൽ അവൾക്ക്, ആ കുട്ടിക്ക് 3 വയസ്സാകുന്നതിന് മുൻപ് പൂർത്തിയാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവൻ്റെ ബാല്യം, വളരെ ചെറിയ കുട്ടിക്കാലം കഴിയുമ്പോഴേക്ക് 80% അവൻ്റെ മസ്തിഷ്കം വളർന്നു കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെയുള്ള കാലങ്ങളിൽ ബാക്കിയുള്ള മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ കൂടി വളർന്ന് അവനൊരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായി മാറുന്നു. ഈ മസ്തിഷ്കത്തിൻ്റെ വളർച്ച എന്ന് പറയുന്ന പ്രക്രിയ വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാകാത്തത്, അവർക്ക് നല്ല മൂല്യങ്ങൾ ഉണ്ടാകാത്തത്, അവരെന്താണ് നല്ല മക്കളാവാത്തത് എന്നുള്ള ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതായി പോകുമോ എന്ന പേടി, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആദ്യത്തെ വിദ്യാലയം അവൻ്റെ വീടാണ്. വീടെന്ന് പറഞ്ഞൊരു വലിയ കെട്ടിടമല്ല. നമ്മൾ കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ അതിലെ സൗകര്യങ്ങളല്ല, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിൽ ഏർപ്പെടുത്തിയ ഇൻറ്റീരിയർ ഡിസൈനുകളല്ല, അതിൻ്റെ മനോഹാരിതയൊന്നുമല്ല. വീടെന്ന് പറഞ്ഞൊരു സംസ്കാരമാണ്. വീട് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിലെ 3 വയസ്സിനിടയിൽ ചെലവഴിക്കുന്നത് പൂർണ്ണമായും അവൻ്റെ വീട്ടിലാണ്. അപ്പോൾ 3 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ 80% വളർച്ച പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവൻ 3 വയസ്സാകുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വിദ്യാലയത്തെക്കാളും പ്രധാനപ്പെട്ട വിദ്യാലയം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആദ്യത്തെ വിദ്യാലയം അവൻ്റെ വീടാണ്. നമ്മൾ കുട്ടികൾ അമിതമായി ലാളിച്ചും അമിതമായി ഓമനിച്ചും അവരാവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ ചെയ്തു കൊടുത്തും ആണ് സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. അവരെ നമ്മൾ സ്വയം പര്യാപ്തരാക്കാൻ പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. സ്വാഭാവികമായി അവർക്ക് ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ, അതിൽപ്പെട്ടതാണ് കളിക്കുക എന്നുള്ളത്. പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? മക്കളെ നമ്മൾ 1 വയസ്സാകുമ്പോഴേക്ക് തന്നെ മക്കളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതരാവുകയാണ്. അത് കുട്ടികളുടെ മാനസിക വളർച്ചയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്, പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പരിഹാരം എന്താണ്? എല്ലാ സൈക്കോളജിസ്റ്റുകളും എല്ലാ മനഃശാസ്ത്രജ്ഞരും ശാസ്ത്രീയമായ പഠനങ്ങളും ഒക്കെ തെളിയിക്കുന്നത് കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കളികളാണ്. അവനിങ്ങനെ ഓടിച്ചാടി നടക്കണം, കളിക്കണം, സോഫയിൽ കിടന്ന് മറിയണം, വീഴണം, എണീക്കണം. ഈ വീഴുക എണീക്കുക എന്നുള്ളതിൽ പോലും ഒരു പഠനമുണ്ട്. എങ്ങനെയാണ് ഒരു രംഗത്ത് പരാജയപ്പെട്ടാൽ മുന്നോട്ട് വരേണ്ടത് എന്ന് പഠിക്കുന്നത് അങ്ങനെയാണ് ആ കുട്ടി. അപ്പോൾ കളികൾ വളരെ പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ 80% നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച 3 വയസ്സ് വരെ ഇടയിൽ കഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കളികളിലൂടെയാണ്, അല്ലെങ്കിൽ അനൗപചാരികമായ വീട്ടിലെ സാഹചര്യങ്ങളിലൂടെയാണ്. ആ സാഹചര്യങ്ങൾ നല്ലതാക്കുക എന്നുള്ളതാണ്, വീടാണ് ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു സംഗതിയാണത്. അപ്പോൾ അത് നല്ലതാക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ മുന്നിലെ ആദ്യത്തെ വെല്ലുവിളിയാണ്. ഒരു കുട്ടി സ്കൂളിലെത്തുമ്പോൾ അവൻ്റെ മനസ്സിലും പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കാഴ്ചപ്പാടൊന്നും ഉണ്ടാകാനുള്ള പ്രായമായിട്ടില്ല.
നമ്മളെന്ത് ചെയ്യാണ്? രക്ഷിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ മക്കളുടേതായി കാണുകയാണ്. അതങ്ങനെ ആവണമെന്നില്ല. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവന് സ്വന്തമായ സ്വപ്നങ്ങളുണ്ടാകും. രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ വേറെയായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള സംഘട്ടനമാണ് പലപ്പോഴും വലിയ പ്രയാസങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരെ സ്വതന്ത്രമായി സ്വപ്നം കാണാനും പ്രകൃതിയെ അറിയാനും സമൂഹത്തെ മനസ്സിലാക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താവുക എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ അവൻ്റെ മാതാവാണ് എന്ന് തോന്നണം. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ അവൻ ആദ്യം സംസാരിക്കുന്നത് അവൻ്റെ മാതാവിനോടും പിതാവിനോടുമായിരിക്കണം. അന്ന് അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കണം. ഇത് കുട്ടികളുടെ മാനസിക വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. മറിച്ച് നമ്മൾ നിരന്തരമായി നമ്മുടെ രക്ഷിതാക്കൾ അതേക്കുറിച്ച് ബോധവാന്മാരാകണം. ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് ഉണ്ട്, നിങ്ങൾ കേട്ട് കാണും. മലയാളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ടോക്സിക് പാരൻറ്റിങ് കുട്ടികളുടെ മനസ്സിൽ അനാവശ്യമായ പകയും അതുപോലെയുള്ള കാര്യങ്ങളും നിറക്കുന്ന തരത്തിലുള്ള ടോക്സിക് പാരൻറ്റിങ്. അങ്ങനെ ടോക്സിക് ആയ പാരൻസ് ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ലാളനയും പരിഗണനയും അംഗീകാരവും സ്നേഹവുമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, അതിന് പകരം വെക്കാനൊന്നുമില്ല. അപ്പോൾ മികച്ച രക്ഷിതാക്കളാകാനും മികച്ച സാമൂഹ്യ അന്തരീക്ഷവും വീട്ടിലെ അന്തരീക്ഷവും ഉണ്ടാക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.